അവിടെ ഒരമ്മ തന്റെ മകനെ ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടുവന്ന് കുറച്ചു നേരം നിർത്തിയ ശേഷം കൈവിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നു. അവൻ ഒറ്റപ്പെട്ടു പോവുകയും കരയുകയും ചെയ്യുന്നു. അമ്മയെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അമ്മ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവർ കുട്ടിയുടെ സ്വന്തം അമ്മയല്ല. ഇവർക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഈ കുട്ടിയെ ദത്തെടുത്ത് വളർത്തി. എന്നാൽ പിന്നീട് ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് രാത്രി കരയുന്ന സമയം അമ്മയെ ഉണർത്തല്ലേ, അമ്മ ടയേർഡാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന്റെ വാ പൊത്തുന്നു. എങ്കിലും കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് അമ്മ വന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന കാഴ്ച കണ്ട് അമ്മ ഷോക്കായി. അമ്മ കരുതി ഇവൻ കുഞ്ഞിനെ വല്ലതും ചെയ്യുകയാണോ എന്ന് തെറ്റിദ്ധരിച്ച് ആ കുട്ടിയെ തള്ളിയിടുന്നു. ശബ്ദം കേട്ട് ഓടി വന്ന ഹസ്ബൻഡ് കുട്ടിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് കണ്ട് അവർ തമ്മിൽ തല്ലുകൂടുന്നു. ഈ ആൺകുട്ടി വീട്ടിലുള്ളത് കുഞ്ഞിന് ആപത്താണെന്ന് കണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾ ആലോചിച്ചു. പിറ്റേന്ന് അമ്മ ആൺകുട്ടിയെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. എന്നാൽ അമ്മയുടെ മേൽ ഡൗട്ടുള്ള വേലക്കാരി കൂടെ പോകാൻ ഒരുങ്ങി. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അന്നേരം കുട്ടിയുടെ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ കാണിച്ച് പോക്കറ്റിൽ ഒരു അഡ്രസ്സ് എഴുതി വെക്കുന്നു. ആയ കരുതിയതുപോലെ കുട്ടി മിസ്സാകുന്നു. കുട്ടി നടന്നു പോകുമ്പോൾ കുട്ടികളെ പിച്ചയെടുപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയി പെടുന്നു. അയാൾ കുട്ടിയുടെ കയ്യിൽ കാശുണ്ടോ എന്ന് നോക്കുന്ന സമയം പോക്കറ്റിൽ നിന്ന് അഡ്രസ്സും കിട്ടി. കാണാൻ പണക്കാരുടെ വീട്ടിലെ കുട്ടിയെ പോലെ തോന്നുന്നതിനാൽ കുട്ടിയെ വെച്ച് കുറച്ച് പണം തട്ടാമെന്നും അയാൾ ആലോചിക്കുന്നു. അമ്മ വീട്ടിലെത്തിയതും കുട്ടി മിസ്സായി എന്ന് പറഞ്ഞ് കരഞ്ഞഭിനയിക്കുന്നു. ഹസ്ബൻഡിനും അമ്മായിമ്മയ്ക്കും അമ്മയെ ഡൗട്ടുണ്ട്. എങ്കിലും അവരൊന്നും മിണ്ടിയില്ല. പോലീസ് വന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. ഇതേ സമയം അയാൾ അഡ്രസ്സ് അന്വേഷിച്ച് നടക്കുന്ന സമയം കുട്ടി പറഞ്ഞു, ഇതെന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ല, എന്നെ വിട് എന്ന് പറഞ്ഞ് കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ നോക്കുമ്പോൾ കടലാസിലുള്ളത് ഒരു ഹോട്ടലിന്റെ അഡ്രസ്സായിരുന്നു. അവിടെയുള്ള ലേഡിയെ കണ്ടതും കുട്ടി ഓടി അവരുടെ പിന്നിൽ ഒളിച്ചു. അവർക്ക് കാര്യം മനസ്സിലാവുകയും അയാളിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു. അയാളുടെ കയ്യിൽ നിന്ന് അഡ്രസ്സ് വാങ്ങി നോക്കുമ്പോഴാണ് ഇത് ഇവരുടെ ഹോട്ടൽ അഡ്രസ്സാണ്. ആ ലേഡി കുട്ടിയുടെ വീട് കണ്ടുപിടിച്ച് അവിടെയാക്കുന്നു. കുട്ടിയെ കണ്ടതും എല്ലാവരും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നാൽ ആ കുട്ടി തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞത്. അവളും ഹസ്ബൻഡിന് മുന്നിലായതുകൊണ്ട് കരയുന്നത് പോലെ അഭിനയിച്ചു. ശേഷം ഒരു സത്യം മനസ്സിലാകുന്നു. ഈ കുട്ടിയെ ഹോട്ടലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നില്ലേ, ആ ലേഡിയാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ. അവളുടെ കുട്ടിയെയാണ് ഈ പണക്കാർ വീട്ടിലേക്ക് ദത്തു കൊടുത്തത്. എന്നാൽ ആ കാര്യം ഈ കുടുംബത്തിലിരിക്കുന്ന ആർക്കും അറിയില്ല. ഈ വീട്ടിലെ അമ്മായിയമ്മയ്ക്കും ആയയ്ക്കും മാത്രമേ അറിയൂ. അമ്മ കുട്ടിയുമായി പോകുന്ന സമയം ഇനി ഇവർ കുട്ടിയെ എവിടെയെങ്കിലും മനഃപൂർവ്വം മിസ്സാക്കിയാലും കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ അടുത്തേക്ക് പോകട്ടെ എന്ന് കരുതിയാണ് ആയ ഹോട്ടലിന്റെ അഡ്രസ്സ് കുട്ടിയുടെ പോക്കറ്റിൽ വെച്ചത്.